ജാസ്മിൻ ജാസ്മിൻ കേക്ക് കൊടുക്ക്. എനിക്കൊന്നും വയ്യ. ജാസ്മിൻ അധികം വൈകാതെ എല്ലാവരും കൂടെ ചേർന്ന് പാർവതിക്ക് വായിക്കറി ഇടാനുള്ളതാ. പിന്നെന്താ, നീ അത് കൊടുക്ക്. ചെല്ല്. ഇത് നിന്റെ അവസാന വിവാഹ വാർഷിക, അവസാനത്തെ കേക്ക് മുറി. അടുത്ത വർഷം ഇതേ സമയം നീ മണ്ണിനടിയിലായിരിക്കും. നീ ചത്തിരിക്കും. ഇനി ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കുന്നുണ്ടെങ്കിലേ അത് നമ്മുടേതായിരിക്കും. മുത്തശ്ശ, ദാ കേക്ക്. ദീർഘസുമംഗലി ഭവ. വീഡിയോ എടുത്തത് ജാസ്മിൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയണം. ഇനി ഇതുപോലുള്ള ആഘോഷങ്ങൾ ഈ വീട്ടിൽ നടക്കരുത്. പാർവതിയും വിശാലും ഒരുമിച്ചുള്ള അവസാന ആഘോഷമായിരിക്കണം ഇത്. എത്രയും പെട്ടെന്ന് വിശാലിനെയും പാർവതിയെയും തമ്മിൽ വേർപിരിക്കണം. അതിന് പാർവതിയെ അവസാനിപ്പിക്കുക തന്നെ വേണം. അവളെ കൊല്ലണം. അതിനുള്ള വഴി കണ്ടെത്തണം. വിശാൽ സർ, ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ജാസ്മിൻ, നിനക്ക് എന്ത് വേണം? അതെ, അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ നീ നിന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു? നീ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോന്ന്? കാണിച്ചു തരണം. എന്ത് വീഡിയോ? ആരുടെ വീഡിയോ? എനിക്കൊന്നും അറിയില്ല. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട ജാസ്മിൻ. ആ വീഡിയോ എടുത്തത് നീ തന്നെയാ. കാണിക്ക. ആ വീഡിയോ എന്നെ കാണിക്കാൻ സൗകര്യമില്ല. ജാസ്മിൻ, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്താണോ? അങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലേ അതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ. എന്റെ സ്വകാര്യതയാണത്. എന്ത് സ്വകാര്യത? അത് നിന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. ഇവിടത്തെ സന്തോഷവും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം. ഈ വീട്ടിലൊരു കുടുംബ കലഹം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരുങ്ങിയ അതിൽ ഞാൻ ഇടപെടും. നീ ഈ വീട്ടിലെ അതിഥിയാണ്. അതിന്റെ മര്യാദ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീ ആയിട്ട് അത് വെറുതെ ഇല്ലാതാക്കരുത്. നീ റെക്കോർഡ് ചെയ്ത വീഡിയോ എനിക്ക് കാണണം. കണ്ടേ തീരൂ.
ദേ ഇപ്പൊ നീ അത് എന്നെ കാണിച്ചാ നിനക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ നീ ആ വീഡിയോ എന്നെ കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ പാർവതി ആരാണെന്ന് നീ അറിയും. ഞാൻ അറിയിക്കും നിന്നെ. ഞാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോയെ കുറിച്ച് ഇവളെങ്ങനെ അറിഞ്ഞത്? അമ്മയും പ്രതാപൻ സാറും രഹസ്യമായിട്ട് സംസാരിച്ചത് എന്തായിരിക്കും? അതെന്തിനാ ജാസ്മിൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത്? പാർവതി, ദേ ഇത് കഴിച്ചേ. നീ അവിടുന്ന് കുറച്ച് കേക്കല്ലേ കഴിച്ചുള്ളൂ. ദാ ഇത് കൂടി കഴിക്കാം. ഏയ് എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? വേണ്ട, അത് തന്നെ. ഓ, ഇനിയും തടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലേ കേക്ക് കഴിക്കാത്തത് അല്ലേ? എന്താ എന്താ വിശാൽ സാർ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ ഈ സൗന്ദര്യത്തിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ല പാർവതി. പിന്നെ നിന്റെ ഈ ചിരി, അതാ നിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത്. ചുമ്മാ പുകഴ്ത്തല്ലേ വിശാൽ സാറ്? ഏയ്, ഞാൻ സത്യം പറഞ്ഞതാ. നീ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ. പോടുന്നു. ചിരിക്ക് പാർവതി, ഞാനൊന്ന് കാണട്ടെ. സ്വപ്നക്കൂടൊരുക്കുന്നു മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. മഞ്ഞിൻ തൂവൽ തുമ്പിൽ സൂര്യൻ ചിന്നിമായുന്നു. തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. സയ്യാവേ 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 സയ്യാവേ. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്നക്കൂടൊരുക്കുന്നു. മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു.
വിശാൽ സാറ് നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു താങ്ക് യു. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാനൊരു ഗാനഗന്ധർവനായിരുന്നു. പാട്ട് പാടിയിട്ട് കുറെ സമ്മാനങ്ങൾ ഞാൻ വാരി കൂട്ടിയിട്ടുണ്ട്. അതെ, ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ, പാർവതി നന്നായിട്ട് പാടി, അസലായിരുന്നു. ഓ, എന്റെ പാട്ടൊന്നും സാറിന്റെ അത്രയും പോരാ. ആര് പറഞ്ഞു? ഞാൻ ചുമ്മാ പുകഴ്ത്തി പറഞ്ഞൊന്നുമല്ല. പാർവതിയുടെ പാട്ട് എന്റെ പാട്ടിനെക്കാളും ഞാൻ കൊല്ലാൻ പോകുന്നത്. എന്താ പറ്റി? എന്തിനാ പാർവതി കരയുന്നേ? ഏയ്, ഒന്നുമില്ല. മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തേ. അത് തന്നെയാ പ്രതാപ ഞാനും ആലോചിക്കുന്നത്. അല്ല, ആ വീഡിയോയിൽ നമ്മൾ എന്തായിരിക്കും സംസാരിച്ചിരിക്കുക? അതേക്കുറിച്ച് ചേച്ചിക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്കെങ്ങനെ ഐഡിയ കിട്ടാനാ? നമ്മൾ എത്രയോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അതിലേത് കാര്യത്തെക്കുറിച്ചാണ് അവര് പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല പ്രതാപ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. വളരെ ശ്രദ്ധിച്ച് പരിസരത്തെങ്ങോ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാ പഴുതും അടച്ച് നമ്മൾ നടത്തിയ ഡിസ്കഷൻ എങ്ങനെ നമ്മൾ അറിയാതെ ഒരാള് മൊബൈലിൽ പകർത്തി? അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ തീരൂ. ആ വീഡിയോ ഏതായാലും പാർവതി കണ്ടിട്ടുണ്ട്. അവളത് കണ്ടത് ആപത്താവോന്ന എന്റെ സംശയം. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാവുന്ന പോലെയാ പാർവതിയുടെ സംസാരം. അവള് വലിയ ബുദ്ധിശാലിയാ. ചില കാര്യങ്ങള് അവള് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. അതിനുള്ള ശേഷിയൊക്കെ അവൾക്കുണ്ട്. അവളുടെ ഉള്ളിൽ എന്ത് വെച്ചാണ് സംസാരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് വളരെ തന്ത്രത്തിൽ അവളുടെ അടുത്തുകൂടി അതറിയാൻ ശ്രമിക്കണം. ഞാനാണ് ആ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞാ പിന്നെ എന്റെ പ്ലാനൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറും. അതുകൊണ്ട് അതിവരൊരിക്കലും അറിയാൻ പാടില്ല. ഇവരെന്നല്ല, ഈ വീട്ടിലെ ആരും അത് അറിയരുത്. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ നിൽക്കാം. പാർവതി ഇവരോട് എന്തോ രഹസ്യം അറിയുന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അത് അവളെങ്ങനെ അറിഞ്ഞു? പ്രഭാവതി അമ്മ അറിയുന്നതിന് മുൻപ് അതിൻ്റെ ഗുട്ടൻസ് എനിക്കറിയണം. അല്ല, ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇങ്ങനെ ലീക്കായി. ഇനി പാർവതിയാണോ അതിൻ്റെ പിന്നിൽ?
പാർവതി, അതുപോലെ തന്നെ വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്രേ. ഈ സന്തോഷത്തിനൊക്കെ ഇടയിലും ഈ വക ചിന്തകൾ എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന മുത്തശ്ശനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ശേഖറിനെ കുറിച്ച് എന്ത് സംശയം മോൾക്കുള്ളത്? അദ്ദേഹത്തിലെ ആകെ ഒരു ദുരൂഹതയാ. കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ സഹതാപം തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാ. ഏതോ ഒരു ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്നെ നിർബന്ധിച്ചത് ദേവമ്മ തന്നെയല്ലേ? അയാള് ആരോരും ഇല്ലാത്തൊരു പാവമാണല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രിയമ്മയുടെ ജീവൻ എടുത്തതെന്ന് അറിയുമ്പോ ഞാൻ കേട്ടത് ശരിയാണോ ദേവമ്മേ? നിന്നോട് ഇതാരാ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശേഖര മേനോൻ എന്ന ആളിന്റെ ഇൻഷുറൻസ് എന്തോ ആയിന്ന് പറയാൻ അയാള് വന്നത്. എന്താ ഇപ്പൊ അതിനെ പറയുന്നേ? മെച്യൂരിറ്റി. ആ അത് തന്നെ. അത് പറയാൻ അയാള് വന്നത്. അതേതാണ്ട് 1 കോടി രൂപയുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാവും. എന്നിട്ട് ശേഖര മേനോൻ എന്ന പേര് കേട്ടതും വിശാൽ സാറ് ചൂടായി. അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചു ശേഖര മേനോൻ ആരാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞത് അയാളാണ് ഗായത്രി അമ്മ. ഇല്ല മോളെ, വിശാലിന്റെ ആ ധാരണ തെറ്റാണ്. അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത്. പിന്നെ ആരാണത് ചെയ്തത്? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പൊ എനിക്ക് പറയാനാവില്ല. അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദേവമ്മ വിചാരിച്ച സാധിക്കും. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരൻ മുത്തശ്ശനും ഒരാളാണോ? അതെ, ചന്ദ്രശേഖരൻ തന്നെയാ ശേഖറും. അപ്പോ ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് അബദ്ധമായോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവമ്മേ. ദേവമ്മ എന്തിനാ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്?